കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ ഈ ലഘു എപ്പിസോഡിലേക്ക് സ്വാഗതം. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, വഴിപാടുകൾ എന്തിനു നടത്തണം അല്ലേ? വഴി പോലെ പോകുന്ന സാധനമാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വഴിപാടുകൾ, ക്ഷേത്രത്തിൽ വഴിപാടുണ്ട്. ഒരു ദേവപ്രശ്നം നടത്തിക്കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് അവിടെ പൂജാതി കർമ്മങ്ങൾ നടന്നുകൊണ്ടേയിരിക്കില്ലേ? ഒരു ക്ഷേത്രത്തിൽ ദേവപ്രശ്നത്തിൻ്റെ പരിഹാര സംബന്ധമായിട്ട് വാകച്ചാർത്ത് നടത്തണോ, നെയ്യഭിഷേകം നടത്തണോ, ഭഗവാൻ ഇഷ്ടമുള്ള പുഷ്പങ്ങൾ ഏതാ, ഇഷ്ടമുള്ള വാദ്യോപകരണം ഏതാ, ഇഷ്ടമുള്ള ശംഖ് ഏതാ, ഏത് സമയത്തൊക്കെ ശംഖ് വിളിക്കണം, ഏത് സമയത്താണ് നട തുറക്കേണ്ടി, ഏത് സമയത്താണ് നടയടക്കേണ്ടി, ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? എന്ന് പറഞ്ഞ പോലാണ് നമ്മുടെ വഴിപാടുകൾ. പ്രാർത്ഥനയും അതുപോലാണ്. അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ കേൾക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ രാജാവും ദൈവതം ഗുരുവും, ഭഗവാന് കാശൊന്നും വേണ്ട. രാജാവിനും ദൈവത്തിനും ഗുരുവിനും അല്ലേ? പഴയ കാലത്തൊക്കെ രാജാക്കന്മാർക്ക് നമ്മൾ എന്താണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യുക? നമ്മുടെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ചക്ക, മാങ്ങ, കാച്ചില്, ഏത്തക്കൊല, നേന്ത്രപ്പഴം ഇതൊക്കെ മുമ്പിൽ കാണിക്കയായിട്ട് വെക്കും. രാജാവിനൊന്നും ഇല്ലായിട്ടാണ്. അതൊരു ചടങ്ങാണല്ലേ? അവിടെ കൊണ്ട് കാഴ്ച വെച്ചതിന് ശേഷം തിരുമനസ്സേ ഇന്നയൊക്കെയാണ് കുഴപ്പങ്ങൾ, എനിക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ട്, ഇതൊക്കെ പരിഹാരമാക്കി തരുമെന്ന് പറയും. രാജാവും ദൈവം, അതാണ് ക്ഷേത്രം. ആ ദൈവത്തെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് പറയാവുന്ന. ഭഗവാൻ ആവശ്യമുണ്ടായിട്ടല്ല, ഭഗവാൻ എല്ലാം ഉണ്ട്. എന്തെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടി രൂപ കൊടുക്കണമെന്നോ അങ്ങനൊന്നുമല്ല. ഒരു പുഷ്പമെങ്കിലും, ഭഗവാൻ ശ്രീകൃഷ്ണനാണെങ്കിൽ ഒരു തുളസിക്കതിരെങ്കിലും നടക്കി വെച്ചതിന് ശേഷമേ ഭഗവാനോട് കാര്യങ്ങൾ പറയാവുന്നതാണ് പറയപ്പെടുന്നത്. ആചാര്യന്മാർ പറയുന്നത്. പ്രയോജനം ഉണ്ടല്ലേ ക്ഷേത്രത്തിൽ പോകത്തുള്ളൂ. വഴിപാടും കഴിക്കുന്നത് പ്രയോജനം ഉണ്ടല്ലേ ചെയ്യുള്ളൂ. പ്രയോജനം ഉണ്ടാകുന്നത് അവിടുത്തെ മേൽശാന്തിയും തന്ത്രിയൊക്കെ വിചാരിച്ചാലേ പ്രയോജനം ഉണ്ടാകില്ല. അവരെങ്ങനെ ജപിച്ച് അതിനെ ശക്തിപ്പെടുത്തുന്നോ അതനുസരിച്ചാണ് അത് അനുഗ്രഹ കല തരുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലായിരിക്കണം അവിടുത്തെ പോസിറ്റീവ് എനർജി എത്രയുണ്ടെന്ന് ഇല്ലേ? കോടാനുകൂടി ആൾക്കാരാണ് ശബരിമല ചെയ്യുന്നത്. അയ്യപ്പന് ഇത്രേ ഉള്ളൂ, ഗുരുവായൂരപ്പന് ഇത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ മാഗ്നറ്റിക് പവർ, കാന്തിക ശക്തിയാണ്. അതാണ് വലയം ചെയ്യേണ്ടത്. ഇത്ര കോടാനുകൂടി ജനങ്ങൾ അവിടെ ചെല്ലണമെങ്കിൽ ഒന്നുമില്ലാണ്ടെങ്കിൽ ചെല്ലുവോ? ഒന്നുമില്ലാതെ ആരും ചെല്ലത്തില്ല. എന്തെങ്കിലും ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഉൽപ്പത്തി ഉണ്ടെങ്കിൽ പ്രയോജനമില്ലാത്ത ഒരു കാര്യത്തിനും പോവില്ല. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് വഴിപാട് നടത്തുകയാണെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇംഗിതങ്ങൾ എന്തെങ്കിലും കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന് കഴിക്കുന്ന വഴിപാടിൽ പങ്കുചേരുക എന്നാണ് വഴിപാടെന്ന് പറയുന്നത്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. കർമ്മം കൊണ്ട് മാറ്റിക്കളയേണ്ട സാധനങ്ങൾ കർമ്മം കൊണ്ട് മാറ്റിക്കളഞ്ഞാലേ പറ്റുള്ളൂ. ഒരു കണ്ണ് കിട്ടാതിരിക്കാൻ ഒരു കെട്ടിടം പണിവാണ്, ഒരു കള്ളിപ്പാല കെട്ടിയിടുവാണെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ പറഞ്ഞാൽ പറ്റില്ല. അതവിടെ കള്ളിപ്പാല കെട്ടിയിട്ടെങ്കിലേ പറ്റുള്ളൂ അല്ലേ? ഐശ്വര്യം ഉണ്ടാവുള്ളൂ, അല്ലെ കണ്ണ് കിട്ടായിരിക്കുള്ളൂ, അല്ലെ കണ്ണീർ തട്ടായിരിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലാണ് വഴിപാട്. പല രീതിയിലുള്ള വഴിപാടുകൾ നമുക്ക് നമ്മുടെ ഈ ഹൈന്ദവ ആചാരത്തിൻ്റെ ഇടയിലുണ്ട്. വഴിപാടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അർത്ഥമാക്കുന്നത് പറഞ്ഞാൽ ഭഗവാന്റെ മുമ്പിൽ വെച്ചുള്ള ഈശ്വര ആരാധന എന്നാണ് ചുരുക്കി പറഞ്ഞാൽ. ഭഗവാനെ ആരാധിക്കുക. അത് മന്ത്രത്താലാകാം, ജപത്താലാകാം, നമസ്കാരത്താലാകാം, എങ്ങനെയും അതിനാണ് വഴിപാടെന്ന് പറയുന്നത്. അതാണ് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചാൽ നാമജപം മാത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വഴിപാടാണ്. ഭഗവാന് സമർപ്പിക്കുക. എൻ്റെ മനസ്സ് ഭഗവാന്റെ ചൈതന്യത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോഴാണ് വഴിപാടാകുന്നത് അല്ലേ? അതല്ലേ അവിടെയും ചെയ്യുന്നത്. ഒരു അഷ്ടോത്തര അർച്ചന കഴിപ്പിച്ചു, ശരിയല്ലേ? അല്ലെങ്കിൽ ഒരു സുദർശന അർച്ചന കഴിപ്പിക്കുക. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദ അവിടെ സമർപ്പിക്കുക. ഇന്ന നക്ഷത്രത്തിൽ പിറന്ന്, ഇന്ന നാമധേയത്തിൽ പിറന്ന്, ഇന്ന ആളിന് ഐശ്വര്യങ്ങളും ഉണ്ടാവണേ, അത്ര മാത്രമേ പറയുള്ളൂ. അപ്പം സങ്കല്പിക്കേണ്ടത് നമ്മളാണ്. എന്തിനാണ്?
ഒരു പുഷ്പാഞ്ജലി നടത്തുന്നത് എന്തിനാണ്? വിവാഹം നടക്കാനാണെങ്കിൽ ആ വിവാഹം എൻ്റെ നടത്തി തരണേന്ന് സങ്കല്പിക്കുന്നത് നമ്മളാണ്. ഒരു വിശ്വാസം ആ ഭഗവാനിൽ നമ്മൾ അർപ്പിച്ച്, ഏതിലും ഒരു വിശ്വാസം അർപ്പിച്ച് ചെയ്യുന്ന വഴിപാടുകൾക്ക് പൂർണ്ണ ഫലം ഉണ്ടാകും, സംശയമില്ലാത്ത കാര്യമാണ്. എന്നുമ്പേ പറഞ്ഞു, ഗ്രഹങ്ങൾ പിഴച്ചു നിന്നാൽ വഴിപാടുകൾ എന്നാണ് പറയപ്പെടുക. അതിനാണ് നമ്മൾ വഴിപാട് ക്ഷേത്രത്തിൽ പൊതുവെ നടത്തപ്പെടുന്ന വഴിപാടുകളുടെ 6 വിഭാഗങ്ങളായി തരംതിരിക്കാമെന്നാണ് പറയുന്നത്. 6 രീതിയിൽ നമുക്ക് വഴിപാടുകളെ തരംതിരിക്കാം. ഏതൊക്കെ രീതിയിലാണ്? നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ നിങ്ങൾ പോയി കഴിഞ്ഞാൽ വഴിപാട് ചെയ്യുക? അഭിഷേകം, അർച്ചന, പുഷ്പാഞ്ജലി, ഇതൊക്കെ അതിനകത്ത് കൊടുക്കുക. ആദ്യം നമ്മൾ നടത്തേണ്ടതായിട്ടുള്ള 6 വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ് അർച്ചന. അർച്ചന ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വഴിപാടാണ്. സഹസ്രനാമ അർച്ചന, ശ്രീ ലളിതാ സഹസ്രനാമ അർച്ചന, ഓരോ സഹസ്രനാമങ്ങളുണ്ട്. ശാസ്ത്ര സഹസ്രനാമമുണ്ട്, ശിവസഹസ്രനാമമുണ്ട്. അങ്ങനെയുള്ള അഷ്ടോത്തരങ്ങൾ, ദ്വാദശാക്ഷര മന്ത്രങ്ങൾ, ഇതൊക്കെയുണ്ട്. ഇതൊക്കെ നമ്മൾ ദേവനിലേക്ക് സമർപ്പിക്കുക എന്നാണ് പറയുന്നത്. അർച്ചന, അഭിഷേകം ഏറ്റവും സംശുദ്ധമായിട്ടുള്ളൊരു സാധനമാണ് അഭിഷേകം. അവിടെ എന്തൊക്കെയാണ് പരിഹാരങ്ങൾ ചെയ്യുന്നത്? ഏത് അഭിഷേകമാണ്? കരിക്കാണ് കരിക്ക്, നെയ്യാണ് നെയ്യ്, എള്ളെണ്ണയാണ് എള്ളെണ്ണ. ഇത് ചന്ദനം ചേർത്ത് അഭിഷേകം ചെയ്യണം. ചന്ദനം, പാലാണ് പാല്, തൈരാണ് തൈര്. ഇങ്ങനെയൊക്കെയുള്ള ഓരോ സാധനങ്ങളും അഭിഷേകം ചെയ്യുക. അതെല്ലാം ഭഗവാൻ ഗുണം ചെയ്യുന്നതാണ്. കാന്തിക ശക്തിയിലേക്ക് വീണ്ടും വീണ്ടും കാന്തിക ശക്തി കൂട്ടാൻ വേണ്ടിയാണ് ഈ ഔഷധങ്ങൾ നിമിത്തമുള്ള കൂട്ടുകൾ ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് ഒരു കണക്ക് പ്രകാരമാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, അല്ലേ? ഭഗവാൻ ഇത്രയുള്ളായിരിക്കാം, താഴോട്ട് സംഭവങ്ങളുണ്ട്. അഷ്ടബന്ധമായിട്ട് ഉറപ്പിച്ചാണ് പ്രതിഷ്ഠിക്കുന്നത്. ഷഡാധാര പ്രതിഷ്ഠ എന്നാണ് പറയുന്നത്. ആധാരങ്ങളാണ് അതൊക്കെ. പറയാൻ പോയി ഒത്തിരി ഉണ്ട്. നമ്മൾ വഴിപാടുകൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം ചന്ദനം ചേർത്ത് ഏറ്റവും നല്ലൊരു വഴിപാടാണ് ചന്ദനം. അങ്ങനെ 6 രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. അതുപോലെ നിവേദ്യം, വിളക്ക്, മറ്റുള്ളവ എന്നിങ്ങനെയാണ്. അത് പ്രധാനപ്പെട്ട വഴിപാടുകളിൽ നിന്ന് മറ്റുള്ളവ. ഇപ്പം അമ്പലപ്പുഴ പോയി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ഭഗവാൻ ഇഷ്ടമുള്ള പാൽപ്പായസം. തിരുവാറന്മുള അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള നിർമ്മാല പാൽപ്പായസം, പിതൃപൂജ, ഇങ്ങനെയൊക്കെ, അല്ലേ? കൊട്ടാരക്കര ഗണപതി അടുക്കൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു വഴിപാടാണ് എന്ത്? നെയ്യപ്പം. ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഉണ്ടാക്കി നിവേദിക്കുന്നതിനാണ്. അപ്പം ഭഗവാനിൽ നമ്മുടെ വിശ്വാസം, അല്ലെ നമ്മുടെ മന്ത്രങ്ങൾ അർപ്പിക്കുന്നതിനാണ് വഴിപാടുകൾ എന്ന് പറയുന്നത്, അല്ലേ? അതാണ് എല്ലാവരും നമ്മുടെ ഗുണത്തിനും അഭീഷ്ടസിദ്ധിക്കും വേണ്ടിയാണ് ഭഗവാന്റെ തിരുമുമ്പിൽ സമർപ്പിക്കും. എന്താ? ഉപകാരമാണ്. ഉപകാരമായിട്ട് നമ്മൾ എല്ലാം വെടിഞ്ഞ് മനസ്സിലെ എല്ലാ ദുഷ്ടങ്ങളും ദോഷങ്ങളും എല്ലാം വെടിഞ്ഞ് ഭഗവാനിൽ അങ്ങോട്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ ആ വഴിപാടിന് പൂർണ്ണ ഫലമല്ലാതെ മറ്റൊന്നും ലഭിക്കുന്നില്ല. നല്ല ഫലമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.